സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് അതിന് തിലകക്കുറിയായി കഴിഞ്ഞ 32 വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കലാലയം LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ്. കേരള സർക്കാരിന്റെ കീഴിൽ ആദ്യം തുടങ്ങിയ ഗവൺമെന്റ് നിയന്ത്രിത കോസ്റ്റ് ഷെയറിംഗ് കോളേജ്. ബിടെക് കോഴ്സുകൾ മാത്രമായി തുടങ്ങിയ കോളേജ് ഇന്ന് വിഖ്യാതമായ ഗവേഷണ കേന്ദ്രമായി വിളങ്ങി നിൽക്കുന്നു. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ മുദ്രയായ MBA അക്രഡിറ്റേഷൻ ലഭിച്ച 6 എഞ്ചിനീയറിംഗ് ശാഖകൾ. ഇതിൽ 5 എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ PhD പ്രോഗ്രാമുകൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വൈസ് ചെയർപേഴ്സണും ബഹുമാനപ്പെട്ട ഡയറക്ടർ മെമ്പർ സെക്രട്ടറിയുമായ ഗവേണിംഗ് ബോഡിയുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാരിന്റെ നിർലോഭമായ പിന്തുണ കോളേജിനെ വികസനത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തിക്കുകയായിരുന്നു. 15 കോടി രൂപ മുതൽ മുടക്കുള്ള മനോഹരമായ സൃഷ്ടി, അത്യാധുനികവും വിശാലവുമായ ഓഡിറ്റോറിയം, കോളേജ് തലം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള വിവിധ പരിപാടികൾക്ക് വേദിയാകാൻ ഉപകരിക്കുന്ന ശ്രേഷ്ഠമായ ഇടം, കായിക രംഗത്തെ പ്രകടനത്തിന് മിഴിവേകാൻ സർക്കാരിന്റെ സുശക്തമായ ഇടപെടൽ, 8 കോടി രൂപയ്ക്ക് നിർമ്മിക്കപ്പെട്ട വിശാലമായ കായിക മൈതാനം, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ തുടങ്ങി നിരവധി കായിക ഇനങ്ങൾക്ക് അനുയോജ്യമായ ഇടം, ഏതൊരു കായിക മാമാങ്കത്തിനും ഉതകുന്ന ഇരുവശത്തും ഗാലറികളുള്ള കേരള സർക്കാരിന്റെ സമ്മാനം. ഈ കാലഘട്ടത്തിൽ കായിക രംഗത്ത് കോളേജ് കൈവരിച്ച നേട്ടം വളരെ ശ്രദ്ധേയമാണ്. ബഹുമാനപ്പെട്ട ഉദുമ MLA ശ്രീ കുഞ്ഞമ്പു അവർകൾ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ അനുവദിച്ച് പൂവൽ LBS എഞ്ചിനീയറിംഗ് കോളേജ് റോഡ് നവീകരിക്കുകയുണ്ടായി. 2017 കോളേജിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില കെട്ടിടം കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിന് സർക്കാരിന്റെ ഉത്തമമായ ഒരു സമ്മാനം. സംസ്ഥാന തലത്തിൽ കോളേജിലെ NSS യൂണിറ്റുകൾ ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. വിദ്യാർത്ഥികളിൽ മികച്ച സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ സുത്യർഹമായ സേവനമാണ് വഹിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡിൽ നിന്നും ഉയർന്നു വന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ സഹായത്തോടൊപ്പം IEDCയുടെ മികച്ച പ്രവർത്തനം ഈ വേളയിൽ സ്മരിക്കപ്പെടേണ്ടതാണ്. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും വഴി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നൊവേഷൻ കൗൺസിൽ മികച്ച സേവനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. പഠന നിലവാരത്തിന് ചാരുതയേകുന്ന മികച്ച നിലയിലുള്ള പ്രവർത്തനമാണ് ഈ കലാലയത്തിലെ പ്ലേസ്മെന്റ്സിൽ കാഴ്ചവെക്കുന്നത്. മലബാറിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അന്വേഷിച്ചു വരുന്ന പ്ലേസ്മെന്റ് ഹബ്ബായി മാറാൻ സാധിച്ചത് ഈ കലാലയത്തിനെ സമാനമായ സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്നു. ഗവേഷണത്തെ മുന്നോട്ട് നയിക്കാൻ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് പരിചയമുള്ള ഒരു കൂട്ടം അധ്യാപകർ, ഗവേഷണത്തിന് മിഴിവേകാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ലാബുകൾ, അവയിൽ റിസർച്ച് ലാബ്, ഫാബ് ലാബ്, അസാപ്പ് ലാബ്, ഐഡിയ ലാബ് എന്നിവ ഉൾപ്പെടുന്നു. 2018 മുതൽ കേരള സർക്കാരിന്റെ പിന്തുണയോടെ കോളേജിൽ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തിവരുന്നു. ഇതിൽ നേർക്കൂട്ടം, നാർക്കോട്ടിക് സെൽ, ശ്രദ്ധ, NSS എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം ശ്രദ്ധേയമാണ്.
1997 മുതലാണ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ് അലുമിനി അസോസിയേഷൻ LBSCEA പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്കും കോളേജിനും ഗുണപരമായ പ്രവർത്തനങ്ങളാണ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി അസോസിയേഷൻ നാളിതുവരെ നടത്തി വന്നിട്ടുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തുമായി അലുമിനി അസോസിയേഷന്റെ വിവിധ ചാപ്റ്റേഴ്സ് സജീവമായി മുന്നോട്ട് പോകുന്നു. അതിൽ UAE, ബാംഗ്ലൂർ, ഖത്തർ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും സജീവമായിട്ടുള്ളത്. അന്തർദേശീയ തൊഴിൽ സാധ്യതകൾ മുൻനിർത്തി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്നിവയിൽ 2 പുത്തൻ കോഴ്സുകളാണ് കോളേജിൽ ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനെ തുളുനാടൻ വികസന സ്വപ്നങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകി 52 ഏക്കറിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള വിസ്തൃതിയിലേക്ക് ഈ കലാലയം വിജയകരമായി അതിൻ്റെ വൈജ്ഞാനിക ജൈത്രയാത്ര തുടരുന്നു.